ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മഴയോ മഴ. ഇപ്പോൾ ബാക്ക് കണ്ടോ, ബാക്കിലേക്കൊന്നും ഇറങ്ങാൻ പറ്റേണ്ട ഒരു ഷീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കോട്ടെ ഞാൻ. അല്ലാണ്ട് നമുക്ക് ബാത്റൂമിൽ പോകാനൊന്നും പറ്റണേ ഇല്ല. അപ്പോൾ രാവിലെ കേട്ടോ ചപ്പാത്തിയും നമ്മുടെ ഉള്ളിവാട്ടി കേട്ടോ ഉണ്ടാക്കണം. കുറേ ആയി ഉള്ളിവാട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്ന് ഉള്ളിവാട്ടിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അരിയിട്ട ചോറ് കറി വെക്കണ പാടാട്ടോ, ഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്രിയാസ്ക്ക് എന്തെങ്കിലും വാങ്ങി തന്ന ആയി. അപ്പോൾ ആ ചപ്പാത്തിയും ഉള്ളിവാട്ടി ഉള്ളിയിൽ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചിക്കൻ പൊടി ഇടുക കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ അതാ എണിച്ചിങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ബെഡൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ അത് അടുക്കളയൊക്കെ അടുപ്പൊന്നും കത്തിക്കാൻ പറ്റില്ല കേട്ടോ, ആകെ വെള്ളപ്പൊക്കത്തിൽ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒന്ന് തുടച്ച് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഉണങ്ങിയാലേ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ റിയാസ്ക്ക് കുറച്ച് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ട് അപ്പോൾ കറി ഒരു 2-2:30 ആയിട്ടോ കറി വെക്കാൻ നിൽക്കുമ്പോൾ 3 മണിയായി. അപ്പോൾ എന്താ വെക്കുക, പിന്നെ അടുപ്പും കത്തുന്നില്ല, നനഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോറ് വെച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ട് തന്നപ്പം എന്താ വെക്കുക അല്ലേ. അപ്പോൾ ചിക്കൻ വാങ്ങി കിട്ടിയപ്പോൾ ഞാനത് കറിയാക്കി. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയായി. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു, ഞാനും കഴിച്ചു. പിന്നെ റിയാസ്ക്കും വന്നു കേട്ടോ. റിയാസ്ക്ക് പിന്നെ കൈ ഇത്തിരി വേദന കുറവുണ്ട്, എന്നാലും മരുന്നൊക്കെ കഴിക്കണം. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവരും പാടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ച് ഞാൻ റോജിക്കുട്ടിക്കും പാതിമക്കുട്ടിക്കൊക്കെ വാരിക്കൊടുത്ത്. പാതിമക്കുട്ടി ഒറ്റയ്ക്ക് വാരി വയ്ക്കും, എന്നാലും ഞാൻ ഇടയ്ക്ക് എല്ലൊക്കെ അതാണ്ടാ പറഞ്ഞിട്ട്. മക്കളെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് എന്താ കറി വെക്കാമെന്ന് വിചാരിച്ചിരുന്ന് 2:30 മണിയായി. പിന്നെ റിയാസ്ക്ക് ഇത്തിരി ചിക്കൻ വാങ്ങിക്കൊടുത്തു തന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കറി വെച്ച് ചോറയ്ക്കലൊക്കെ കഴിഞ്ഞു. റിയാസ്ക്കും വേവിച്ച് കുട്ടികളൊക്കെ കൊണ്ടുവച്ച് ഒക്കെ അതാ റിയാസ്ക്കാൻ്റെ കയ്യിൽ മരുന്നൊക്കെ തേച്ചതൊക്കെ കിടക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി എന്താ മഴ നിൽക്കണേ ഇല്ല കേട്ടോ, ഒരേ മഴയാണ്, തണുപ്പടിച്ചിട്ട്. പിന്നെ കമൻറ്റിൽ ഞാൻ കണ്ടു കേട്ടോ, ഒരുപാട് നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ റിൻഷിമോൾ വരച്ചു, നന്നായി വരക്കുകയൊക്കെ ചെയ്യും കേട്ടോ, അത്യാവശ്യം എല്ലാം വരക്കും അവൾ. കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അവളെ പഠിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ രാത്രിയായ ഫുഡ് കഴിക്കാൻ കടന്നു തുടങ്ങും, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ മഴയല്ലേ, ഒരു മഴക്ക് തോർവേ ഇല്ല, പെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത്തിരി ഒന്ന് ഇങ്ങനെ ഇതാവും, പിന്നെയും പെയ്യും, പിന്നെയും ഇങ്ങനെ ആവും, പിന്നെയും പെയ്യും. എന്താടാ വീട്ടിലേക്ക് വിരുന്നുകാരും വന്നിക്കണം. കുട്ടികളൊക്കെ അതാ റിൻഷിമോൾ പിന്നെ എന്തൊക്കെയാണ് വരക്ക്. അങ്ങോട്ട് വാ ആയിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ സമയം 4:40 പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ രാവിലെ നല്ല 9:30 വരെ തോരാത്ത മഴയായിരുന്നു കേട്ടോ. രാത്രിയും നല്ല പെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങ് ഓട്ടിൻ്റെ ഓടൊക്കെ പിന്നെ മാറ്റി, തെങ്ങ് വീണിട്ട് കുറേ ഓട് ഇതായിട്ടോ. എന്താ ഭയമൊന്നും ഇല്ല, അതുകൊണ്ട് ഇതായി. പിന്നെ അതൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ നല്ലൊരു വീഡിയോയിൽ പിന്നെ കാണാം കേട്ടോ കൂട്ടുകാരെ. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.